ഡൽഹിയിൽ തീപിടുത്തം. രാജ്യസഭാ എംപിമാർ താമസിക്കുന്ന ഫ്ളാറ്റിലാണ് തീപിടുത്തം. ഫ്ളാറ്റിൽ താമസക്കാർ ഉള്ളപ്പോഴാണ് തീപിടുത്തമുണ്ടായത്. തീ അണയ്ക്കാനുള്ള ശ്രമം തുടരുന്നു. വിവരങ്ങളുമായി നന്ദഗോപൻ ചേരുന്നു. നന്ദഗോപൻ, എങ്ങനെയാണ് തീപിടുത്തം സംഭവിച്ചത്? എന്താണ് പ്രാഥമികമായി ലഭിക്കുന്ന വിവരങ്ങൾ? അന്നേരം തീപിടുത്തത്തിന്റെ കാരണം ഇനിയും വ്യക്തമായിട്ടില്ല. ഇപ്പോൾ നിലവിൽ ഫയർഫോഴ്സ് രംഗത്തെത്തിയിട്ടുണ്ട്. ഫയർഫോഴ്സ് ഈ തീ പൂർണ്ണമായും അണയ്ക്കുവാനുള്ള ശ്രമത്തിലേക്ക് കടന്നിരിക്കുകയാണ്. നിലവിൽ 3 യൂണിറ്റ് ഫയർഫോഴ്സാണ് എത്തിയിട്ടുള്ളത്. എംപിമാർ താമസിക്കുന്ന ഫ്ളാറ്റിനാണ് തീപിടിച്ചത്. ഡൽഹിയിലെ എംപിമാർക്കായി പ്രത്യേകം ഫ്ലാറ്റ് സമുച്ചയങ്ങൾ പണിതിട്ടുണ്ട്. ഇതിൽ ബ്രഹ്മപുത്ര എന്ന് പറയുന്ന ഫ്ളാറ്റിനാണ് ഇപ്പോൾ തീപിടിച്ചിരിക്കുന്നത്. ദൃശ്യങ്ങളിൽ കാണാം, പൂർണ്ണമായും ഫ്ളാറ്റ് കത്തി നശിച്ച അവസ്ഥയാണ്. ഇത് ഒരു 9 നിലയുള്ള ബിൽഡിംഗ് ആണ്. ഇതിൻ്റെ 1, 2, 3 നിലകൾ പൂർണ്ണമായും കത്തി നശിച്ച അവസ്ഥയാണ്. അതിൽ ഏറ്റവും കൂടുതൽ ഗുരുതരമായ ആഘാതമുണ്ടായിരിക്കുന്നത് 1-ാം നിലയിലാണ്. 1-ാം നിലയിൽ പൂർണ്ണമായും ഇവിടെ കത്തി നശിച്ച ഒരു അവസ്ഥയാണുള്ളത്. ഫയർഫോഴ്സ് ഇപ്പോഴും തീവ്ര ശ്രമം തന്നെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ആദ്യഘട്ടത്തിൽ ഫയർഫോഴ്സ് എത്താൻ വൈകി തുടങ്ങിയ ആരോപണങ്ങളുണ്ടായിരുന്നു. എന്നാൽ ഫയർഫോഴ്സ് മേധാവി അടക്കം വ്യക്തമാക്കുന്നത് കോൾ ലഭിച്ച അതേ സമയത്ത് തന്നെ ഫയർഫോഴ്സ് എത്തി എന്നുള്ളതാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ സമയം എംപിമാർ അടക്കം ഈ ഫ്ളാറ്റിലുണ്ടായിരുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ എംപിമാർ അടക്കം ഈ ഫ്ളാറ്റിലുണ്ടായിരുന്നു. നിലവിൽ എംപിമാരെല്ലാം തന്നെ സുരക്ഷിതരാണ്. ആർക്കും ഇതുമായി ബന്ധപ്പെട്ട് യാതൊരുവിധ പരിക്കുകളോ മറ്റോ ഇല്ല എന്നുള്ളതാണ് അറിയാൻ വ്യക്തമാകാൻ കഴിയുന്നത്. സാധാരണ രാജ്യസഭാ എംപിമാരുടെ ഫ്ളാറ്റുകളിൽ, രാജ്യസഭ മാത്രമല്ല ലോക്സഭാ എംപിമാരുടെ ഫ്ളാറ്റുകളിൽ സെഷൻ ഇല്ലാത്ത സമയത്ത് അവരുടെ സുഹൃത്തുക്കൾ താമസിക്കാറുണ്ട്, നാട്ടിൽ നിന്ന് എത്തിയവർ താമസിക്കാറുണ്ട്. അങ്ങനെ ആരെങ്കിലും ഇതിൽ പെട്ടുപോയിട്ടുണ്ടോ? നിലവിൽ ഇപ്പോൾ ലഭ്യമാകുന്ന വിവരങ്ങൾ അനുസരിച്ച് ആർക്കും ഈ തീപിടുത്തവുമായി ബന്ധപ്പെട്ട് പൊള്ളലേറ്റോ മറ്റോ ആർക്കും തന്നെ പരിക്കില്ല എന്നുള്ളതാണ്. നമ്പ്യാർ സൂചിപ്പിച്ച പോലെ സാധാരണ എംപിമാരില്ലാത്ത സമയങ്ങളിൽ അവിടെ അവരുടെ ബന്ധുക്കളോ അല്ലെങ്കിൽ സുഹൃത്തുക്കളോ മറ്റോ ആകാം ഇവിടെ താമസിക്കുന്നത്. അത്തരത്തിൽ ആർക്കെങ്കിലും ഏതെങ്കിലും തരത്തിലുള്ള അപകടങ്ങൾ ഉണ്ടായോ, പരിക്ക് പറ്റിയോ എന്നത് സംബന്ധിച്ച് ഇനിയും വ്യക്തമായിട്ടില്ല. അതേസമയം തന്നെ ഇപ്പോൾ നിലവിലിപ്പോൾ ഏതാണ്ട് തീ ആളിക്കത്തിക്കൊണ്ടിരുന്ന തീ പൂർണ്ണമായും കെടുത്താൻ സാധിച്ചിട്ടുണ്ട്. പക്ഷേ അപ്പോഴും മറ്റൊരു പ്രധാനപ്പെട്ട ഘടകം, ഈ തീ ഇപ്പോഴും ഫയർഫോഴ്സ് എത്തി 3 യൂണിറ്റ് ഫയർഫോഴ്സ് കണ്ടിന്യൂസ് ആയിട്ട് ഇപ്പോഴും വെള്ളം ഒഴിച്ചുകൊണ്ടിരിക്കുന്ന ദൃശ്യം നമുക്ക് കാണാൻ കഴിയും. ഒരു ഫ്ലാറ്റ് അത് പൂർണ്ണമായും കത്തി നശിക്കുകയുണ്ടായി. ഈ ഫ്ലാറ്റിൻ്റെ 3 നില അതാണ് പൂർണ്ണമായും കത്തിയിട്ടുള്ളത്. ഷോർട്ട് സർക്യൂട്ടാണോ അതല്ല എന്നുണ്ടെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള അഗ്നിബാധയാണോ എന്ന് സംബന്ധിച്ചിട്ടുള്ള വിവരങ്ങളും ലഭ്യമാകുന്നില്ല. ഏതായാലും കൂടുതൽ ഫയർഫോഴ്സ് ഇപ്പോഴും ആ സ്ഥലത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു. ഇപ്പോൾ നിലവിൽ സ്ഥിതിഗതികളൊക്കെ തന്നെ ശാന്തമായി എന്ന് വേണം വിലയിരുത്താൻ. പ്രത്യേകിച്ച് ആർക്കും തന്നെ പരിക്കില്ല. അതേപോലെ തന്നെ ഈ ചിലർക്ക് ഈ പുകയും മറ്റും ശ്വസിച്ച് ശ്വാസതടസ്സം ഉണ്ടായിട്ടുണ്ട്. അതിനപ്പുറത്തേക്ക് മറ്റേതെങ്കിലും തരത്തിലുള്ള ഗുരുതര പരിക്കുകളോ അല്ലെങ്കിൽ തീപ്പൊള്ളലേറ്റ പരിക്കുകളോ മറ്റും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. ഇപ്പോഴും ഇതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ, തീയണയ്ക്കുന്ന പ്രവർത്തനങ്ങൾ തുടരുകയാണ്. ഈ സമയം എംപിമാരാരും ഈ ഫ്ളാറ്റിൽ ഉണ്ടായിരുന്നില്ല. അതായത് ഈ അഗ്നി പടർന്ന തീ പിടിച്ച ഫ്ളാറ്റുകളിൽ എംപിമാരുണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. ഫ്ളാറ്റ് 1-ാം നിലയിൽ 1, 2, 3 നിലകളാണ് പൂർണ്ണമായും കത്തി നശിച്ചത്. ഇപ്പോൾ 1-ാം നിലയിലെ ഈ ഒരു ഫ്ളാറ്റിൽ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ അവിടെ തീയണയ്ക്കുന്ന പ്രവൃത്തി തുടരുകയാണ്. 1-ാം നിലയിലേക്ക് കൂടുതൽ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരെത്തി ഇപ്പോൾ അവിടെ നിന്നും ചില സാധനങ്ങളും മറ്റും ഒഴിപ്പിക്കുകയാണ്. മാത്രമല്ല ധാരാളമായി ഫർണിച്ചറുകളടക്കം ധാരാളമായി കത്തി നശിച്ചിട്ടുണ്ട്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം, ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ ഈ കത്തി നശിച്ച ഫർണിച്ചറുകളും മറ്റും അവർ അവിടെ നിന്നും വലിച്ചു നീക്കി അതിൽ പൂർണ്ണമായും വെള്ളം തളിക്കുന്ന കാഴ്ചയാണ് നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നത്. പ്രധാനമായും തീ പൂർണ്ണമായും കെട്ടിട്ടില്ല എന്നുള്ളതാണ്. ഇപ്പോഴും പുകപടലങ്ങൾ ഉയരുന്നുണ്ട്. മാത്രമല്ല ഡൽഹിയിൽ ഈ പരിസരത്താകെ ഇപ്പോൾ ഒരു പുക നിറഞ്ഞു നിൽക്കുന്ന ഒരു അവസ്ഥയാണുള്ളത്. ഈ സാധാരണഗതിയിൽ ഈ സമയത്ത് വലിയ രീതിയിലുള്ള ഒരു ജനത്തിരക്കൊക്കെ ഉണ്ടാകേണ്ടതാണ് ഈ മേഖലകളിൽ. എന്നാൽ ദീപാവലിയുടെ അവധിയുമായി ബന്ധപ്പെട്ട് സർക്കാർ ഓഫീസുകളും മറ്റും ഇന്ന് അവധിയായതിനാൽ തന്നെ ഈ മേഖലയിലേക്ക് കൂടുതലായി ജനങ്ങൾ എത്തിയില്ല.
മാത്രമല്ല ഈ ഫ്ലാറ്റ് ആയതിനാൽ തന്നെ എംപിമാരുടെ ഫ്ലാറ്റ് ആയതിനാൽ തന്നെ സാധാരണക്കാർക്ക് ഇവിടേക്ക് ഇതിൻ്റെ ഉള്ളിലേക്ക് പ്രവേശനമില്ല. അതുകൊണ്ട് തന്നെ ഏതെങ്കിലും സാധാരണക്കാർക്ക് ഇതുമായി ബന്ധപ്പെട്ട് പരിക്ക് പറ്റിയിട്ടില്ല എന്നുള്ളതാണ് ലഭ്യമാകുന്ന വിവരങ്ങൾ. അതേസമയം എംപിമാർ ഏതാനും ചില എംപിമാർ മാത്രമായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്. ആ എംപിമാർക്ക് കാര്യമായ പരിക്കുകളില്ല എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. അതേസമയം ചിലർക്ക് പുകയും മറ്റും ശ്വസിച്ച് ചില ശാരീരിക അസ്വസ്ഥതകളും മറ്റും ഉണ്ടായിട്ടുണ്ട്. പോലീസിന്റെ വലിയൊരു സംഘം ഈ മേഖലയിൽ തന്നെ നിലയുറപ്പിച്ചിട്ടുണ്ട്. ഇതിനു പുറമെയാണ് കൂടുതൽ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ കൂടി രംഗത്തെത്തിയിരിക്കുന്നത്. പോലീസ് എന്തെങ്കിലും സൂചന നൽകുന്നുണ്ടോ? 12:30 ആദ്യമായിട്ട് തീ പടരുന്നത്. 1-ാം നില പൂർണ്ണമായും കത്തി നശിച്ചു എന്ന് പറയുന്നു. നോക്കൂ, നന്ദഗോപൻ നേരത്തെ പറഞ്ഞു ഷോർട്ട് സർക്യൂട്ട് ആവാം ഒരുപക്ഷെ. കാരണം എന്തെങ്കിലും അട്ടിമറി സംശയിക്കുന്നുണ്ടോ? അതുമായിട്ടുള്ള സംസാരം വല്ലതും ഉണ്ടോ അവിടെ? നിലവിൽ അത്തരം സംശയങ്ങളൊന്നുമില്ല. അതേസമയം എംപിമാരുടെ ഫ്ളാറ്റിനാണ് തീ പിടിച്ചത്. അതുകൊണ്ട് തന്നെ ഇതുമായി ബന്ധപ്പെട്ട് പഴുതടച്ചുള്ള ഒരു അന്വേഷണം തന്നെ ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ഇത്തരം അന്വേഷണത്തിൽ മാത്രമേ എന്താണ് ഇതുമായി ബന്ധപ്പെട്ട് തീ പിടിക്കാനുണ്ടായ കാരണമെന്നുള്ളത് വ്യക്തമാകൂ. ഇപ്പോൾ നിലവിൽ ഫയർഫോഴ്സും മറ്റും നൽകുന്ന സൂചനകൾ പ്രകാരം ഇത് ഷോർട്ട് സർക്യൂട്ട് തന്നെ ആകാമെന്നുള്ളതാണ്. പ്രധാനമായും ഡൽഹിയിൽ AC പ്രവർത്തിക്കുമ്പോൾ അല്ലെങ്കിൽ AC പ്രവർത്തിക്കുമ്പോൾ ഷോർട്ട് സർക്യൂട്ട് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ ഗ്യാസിൽ നിന്നും മറ്റോ ലീക്ക് അടിച്ചതാണ് എന്നത് സംബന്ധിച്ച് ഇപ്പോഴും പൂർണ്ണമായൊരു ചിത്രം ഫയർഫോഴ്സിനോ അല്ലെങ്കിൽ പോലീസിനോ ലഭ്യമായിട്ടില്ല എന്നുള്ളതാണ്. അതേസമയം തന്നെ അന്വേഷണ ഘട്ടത്തിലേക്ക് കടന്നിരിക്കുന്നു എന്നുള്ളതാണ് ഉദ്യോഗസ്ഥർ വ്യക്തമാക്കുന്നത്. പ്രത്യേകിച്ച് VVIPകൾ താമസിക്കുന്ന ഫ്ളാറ്റായിരുന്നു. അതുകൊണ്ട് തന്നെ പഴുതടച്ചുള്ള ഒരു അന്വേഷണം, പൂർണ്ണമായ പഴുതടച്ചുള്ള ഒരു അന്വേഷണം തന്നെയാകും ഉണ്ടാകുക എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ഈ ദൃശ്യങ്ങളിൽ കാണാം, ഇവിടെ സമീപത്തുണ്ടായിരുന്ന ഒരു വാഹനം, ഒരു സ്കൂട്ടർ പോലും പൂർണ്ണമായും കത്തി നശിച്ച അവസ്ഥയാണ് ഇപ്പോൾ നിലവിലുള്ളത്. ഇതുകൂടാതെ തന്നെ ഈ കൂടുതലായി സാധനങ്ങൾ കൂട്ടി, ഈ ഫ്ളാറ്റിൻ്റെ താഴെയായി കൂടുതൽ സാധനങ്ങൾ കൂട്ടിയിട്ടിരുന്നു. അതിലേക്കാണ് കൂടുതലായും ഈ തീ പടർന്നിട്ടുള്ളത്. അങ്ങനെ കുറേ സൈക്കിളുകളും അതേപോലെ തന്നെ ഇരുചക്ര വാഹനങ്ങളും കത്തി നശിച്ചിട്ടുണ്ട്. ഈ ഫ്ളാറ്റിൻ്റെ താഴെ ഇത്തരത്തിൽ ഈ ദൃശ്യങ്ങളിൽ കാണുന്ന തരത്തിൽ ഒരു സ്പേസ് ഉണ്ട്. ആ സ്പേസിൽ കൂടുതൽ സാധനങ്ങൾ, പഴയ സാധനങ്ങൾ മറ്റും അടുക്കി വെച്ചിരിക്കുകയായിരുന്നു. അതിലേക്കാണ് കൂടുതലായി തീ പടർന്നിട്ടുള്ളത്. മുകളിലത്തെ 1-ാമത്തെ നിലയിലാണ് ഏറ്റവും കൂടുതൽ അഗ്നിബാധ ഉണ്ടായിരിക്കുന്നത്. 1-ാമത്തെ നില പൂർണ്ണമായും കത്തി നശിച്ചു. 1-ാമത്തെ നിലയിലേക്ക് അതിൻ്റെ ദൃശ്യങ്ങൾ കൂടി പ്രേക്ഷകരിലേക്ക് പോകേണ്ടതുണ്ട്. ഇവിടെ വലിയ ചൂട് അനുഭവപ്പെടുന്നുണ്ട്. ഇപ്പോഴും ഇത് കത്തി നശിച്ചതിൻ്റെ അല്ലെങ്കിൽ ഇത് വലിയ രീതിയിൽ അഗ്നി പടർന്നതിൻ്റെ ഇപ്പോഴും അതിൻ്റെ ഒരു പുകപടലങ്ങളും മറ്റും ഇപ്പോഴും ഉണ്ട് എന്നുള്ളതാണ്. പ്രധാനമായി ഇപ്പോൾ നമുക്ക് ലഭ്യമായ വിവരങ്ങളനുസരിച്ച് ഗ്യാസ് പൈപ്പ് ലൈനിൽ നിന്നുള്ള ലീക്കാണ് എന്നുള്ളതാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുമായി ബന്ധപ്പെട്ട് അത് ശരിയാക്കുന്ന പ്രവൃത്തി കൂടി നടക്കുകയാണ്. ഡൽഹിയിൽ ഇങ്ങനെയാണ് ഗ്യാസ് വീടുകളിൽ എത്തിക്കുക. അതായത് വലിയ പൈപ്പ് ലൈനിലൂടെ ഫ്ലാറ്റിലേക്ക് വരുന്നു. ആ ഫ്ലാറ്റിൻ്റെ സമീപത്ത് ചെറു പൈപ്പുകളിൽ നിന്ന് ഓരോരോ വീടുകളിലേക്ക് കണക്ഷൻ നൽകുന്നു. ഇപ്പോൾ നമുക്ക് ലഭ്യമായ വിവരങ്ങളനുസരിച്ച് ഈ ഗ്യാസ് ലീക്കേജിൽ നിന്നാണ്, ഈ ഗ്യാസ് പടർന്നാണ് തീ പിടിച്ചത് എന്നുള്ളതാണ് പ്രധാനമായും മനസ്സിലാക്കുന്നത്. ഇപ്പോഴും ഇതുമായി ബന്ധപ്പെട്ട് തീ അണയ്ക്കുന്ന പ്രവർത്തികളടക്കം തുടരുകയാണ്. ദീപാവലിയാണ്. ദീപാവലി ആഘോഷവും ഇതുമായി ബന്ധപ്പെട്ട് ഈ ആഘോഷങ്ങൾക്കൊക്കെ പുതിയ വസ്ത്രങ്ങളും പുതിയ സാധനങ്ങളും ഒക്കെ തന്നെ വാങ്ങിക്കുന്ന ഒരു പതിവ് ഈ ആഘോഷവുമായി ബന്ധപ്പെട്ട് ഉത്തരേന്ത്യയിൽ നിൽക്കുന്നു. അതുകൊണ്ട് തന്നെ പുതിയ സാധനങ്ങളടക്കം ഈ വീട്ടിൽ ശേഖരിച്ചിരുന്നു എന്നുള്ളതാണ്. മാത്രമല്ല ഇതുമായി ബന്ധപ്പെട്ട് എംപിമാരുടെ ഫ്ലാറ്റിലേക്ക് നൽകുവാൻ വേണ്ടിയുള്ള സാധന സാമഗ്രികളുണ്ട്. മെത്തയും അതേപോലെ തന്നെ കട്ടിലടക്കമുള്ള സാധന സാമഗ്രികൾ ഒരു റൂമിൽ പൂർണ്ണമായും ഒതുക്കി വെച്ചിട്ടുണ്ട്. അവിടേക്കും കൂടി അഗ്നി പടർന്നു എന്നുള്ളതാണ് പ്രധാനമായും. ഇപ്പോൾ ഈ ഒരു മുറിയിലേക്ക് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം, ഇതേപോലെ മെത്ത അടുക്കി ഇട്ടിരിക്കുന്ന അല്ലെങ്കിൽ ഈ ഫ്ലാറ്റിലേക്ക് ആവശ്യമായിട്ടുള്ള മെത്തകൾ ഇങ്ങനെ ഒരു റൂമിൽ പൂർണ്ണമായും അടുക്കി വെച്ചിരിക്കുകയാണ്. ഇവിടേക്കും ചെറിയ രീതിയിലുള്ള അഗ്നിബാധ ഉണ്ടായി. വലിയ ഒരു പുകപടലം തന്നെയാണ് ഇവിടെ നിൽക്കുന്നത്. ശ്വസിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. സ്വാഭാവികമായും ഇവിടെ ഉണ്ടായിരുന്നവർക്ക് ശ്വാസതടസ്സം അതേപോലെ തന്നെ അത്തരം ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. അങ്ങനെ ശ്വാസതടസ്സം ഉണ്ടായവരെ ആശുപത്രിയിലേക്ക് മാറ്റി. ദൃശ്യങ്ങളിൽ കാണാം, ഏതാനും ചില വാഹനങ്ങൾക്കും കാറുകൾക്കും നേരത്തെ സ്കൂട്ടറുകൾ മാത്രമായിരുന്നു കത്തി നശിച്ചത്. ഇപ്പോൾ കാറുകൾ കൂടി കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട് ഈ അഗ്നിബാധയ്ക്ക്. അങ്ങനെ ഒരു കാറിൻ്റെ മുൻവശം കത്തി ഈ പ്ലാസ്റ്റിക് ഫൈബർ ഭാഗം പൂർണ്ണമായും
ഉരുകി ഇളകിയിരിക്കുന്ന ദൃശ്യങ്ങളും നമുക്ക് പ്രേക്ഷകരെ കാണിക്കാൻ കഴിയും. ഒപ്പം മറ്റൊരു വാഹനവും സമാനമായ രീതിയിൽ കത്തി നശിച്ചിട്ടുണ്ട്. ഈ കാണുന്ന ഈ ഒരു ചുമന്ന കാർ അതും ഏതാണ്ട് കത്തി നശിച്ചു. ഇതിൽ കാര്യമായ ഇതിന് കേടുപാടുകൾ ഉണ്ടായിട്ടില്ല. ഈ പുറമേയുള്ള പെയിൻറ്റും മറ്റും ഈ ചൂടിൽ ഇതുമായി ബന്ധപ്പെട്ട ഈ തീപിടുത്തം ഉണ്ടായപ്പോൾ ഉണ്ടായ ചൂടിൽ അത് ഉരുകി ഇളകിയിട്ടുണ്ട്. അതിനപ്പുറത്തേക്ക് കാര്യമായ പരിക്കുകൾ അല്ലെങ്കിൽ കാര്യമായ കേടുപാടുകൾ വാഹനത്തിന് ഇല്ല എന്നുള്ളതാണ്. ഇപ്പോഴും ഈ തീ അണയ്ക്കുന്ന പ്രക്രിയ തുടരുകയാണ്. കൂടുതൽ ഫയർഫോഴ്സ് സ്ഥലത്തേക്ക് എത്തുന്നുണ്ട്. നമ്പ്യാർ. യെസ്, ഡൽഹിയിൽ വൻ തീപിടുത്തം. രാജ്യസഭാ എംപിമാർ താമസിക്കുന്ന ഫ്ളാറ്റിലാണ് തീപിടുത്തം ഉണ്ടായത്. ഫ്ളാറ്റിൽ താമസക്കാർ ഉള്ളപ്പോഴാണ് തീപിടുത്തം ഉണ്ടായത്. തീയണക്കാനുള്ള ശ്രമം തുടരുന്നു. 9 നില കെട്ടിടത്തിൻ്റെ 3 നില പൂർണ്ണമായും കത്തി നശിച്ചു. 3 യൂണിറ്റ് ഫയർഫോഴ്സാണ് എത്തിയിരിക്കുന്നത്. ഞങ്ങളുടെ പ്രതിനിധി നന്ദഗോപൻ റിപ്പോർട്ട് ചെയ്യുന്നത് പ്രകാരം ഗ്യാസ് പൈപ്പ് ലൈനിലെ ചോർച്ചയാണ് ഈ അഗ്നിബാധയിലേക്ക് നയിച്ചത് എന്നാണ് പ്രാഥമികമായി ലഭിക്കുന്ന വിവരം.